വയനാട് ജില്ലയിലെ തോൽപ്പെട്ടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് ഞെട്ടിക്കുന്ന ഈ പണപിടുത്തം നടന്നത്. രേഖകളില്ലാതെ കടത്തുകയായിരുന്ന 30 ലക്ഷത്തിലധികം രൂപയുമായാണ് കോഴിക്കോട് സ്വദേശിയായ യുവാവ് ഉദ്യോഗസ്ഥരുടെ വലയിലായത്. കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയായ നല്ലൂറമ്മൽ വീട്ടിൽ മുഹമ്മദ് സാമ്രനാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും കൃത്യമായി പറഞ്ഞാൽ 30,93,900 രൂപയാണ് പരിശോധനയിൽ കണ്ടെടുത്തത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം നടന്നത്. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സിലെ യാത്രക്കാരനായിരുന്നു മുഹമ്മദ് സാമ്രിൻ. സാധാരണ നിലയിലുള്ള പരിശോധനയ്ക്കായി ബസ് തോൽപ്പെട്ടിയിൽ തടഞ്ഞതായിരുന്നു എക്സൈസ്. ലഹരി കടത്ത് തടയുന്നതിന്റെ ഭാഗമായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ എക്സൈസ് സംഘം പുലർച്ചെ സമയങ്ങളിൽ കർശനമായ പരിശോധനകൾ നടത്താറുണ്ട്. മയക്കുമരുന്ന് മാഫിയെ ലക്ഷ്യമിട്ട് നടത്തിയ ഈ പരിശോധനയാണ് പണം പിടികൂടുന്നതിലേക്ക് നയിച്ചത്. ബസ്സിലെ യാത്രക്കാരെ പരിശോധിക്കുന്നതിനിടെ മുഹമ്മദ് സാമ്രൻ ഉദ്യോഗസ്ഥരെ കണ്ട് അസ്വാഭാവികമായ രീതിയിൽ പരുങ്ങിയത് സംശയത്തിനിടയാക്കി. ഇയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ എക്സൈസ് സംഘം വിശദമായ പരിശോധനയിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലും ദേഹ പരിശോധനയിലുമാണ് ബാഗിനുള്ളിലും വസ്ത്രത്തിനുള്ളിലുമായി ഒളിപ്പിച്ച നിലയിലുള്ള നോട്ട് കെട്ടുകൾ കണ്ടെത്തിയത്. പല മൂല്യത്തിലുള്ള നോട്ടുകൾ കെട്ടുകളായി സൂക്ഷിച്ച നിലയിലായിരുന്നു. കൈവശം വെച്ചിരിക്കുന്ന പണം ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നതെന്നോ എവിടേക്കാണ് എത്തിക്കുന്നതെന്നോ ഉള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ യുവാവിന് കഴിഞ്ഞില്ല. നിയമപരമായി പണം കൊണ്ടുപോകുന്നതിന് ആവശ്യമായ ഒരു രേഖയും ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഇതോടെ ഉദ്യോഗസ്ഥർ പണം പിടിച്ചെടുക്കുകയും ചെക്ക് പോസ്റ്റ് ഓഫീസിൽ എത്തിച്ച് എണ്ണി തിട്ടപ്പെടുത്തുകയും ചെയ്തു. 500 രൂപയുടെ കെട്ടുകളാണ് പിടിച്ചെടുത്ത തുകയിൽ അധികവും ഉണ്ടായിരുന്നത്. യുവാവിനെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. തോൽപ്പെട്ടി റേഞ്ച് ഇൻസ്പെക്ടർ കെ ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ റെയ്ഡ് നടത്തിയത്. പ്രിവന്റീവ് ഓഫീസർമാരായ കെ ജോണി, വി ബാബു, സി കെ രഞ്ജിത്ത് എന്നിവരും ഈ ദൗത്യത്തിൽ പങ്കാളികളായി. സിവിൽ എക്സൈസ് ഓഫീസർമാരായ പി എസ് സുഷാദ്, കെ റഷീദ് എന്നിവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ കുഴൽപ്പണ മാഫിയയുമായി ഇയാൾക്ക് ബന്ധമുണ്ടോ എന്ന് എക്സൈസ് സംശയിക്കുന്നുണ്ട്. അനധികൃതമായി പണം കടത്തുന്നത് സാമ്പത്തിക കുറ്റകൃത്യമായതിനാൽ കേസിന്റെ തുടർ നടപടികൾക്കായി പിടിച്ചെടുത്ത തുകയും പ്രതിയെയും ആദായ നികുതി വകുപ്പിന് കൈമാറുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. ബംഗളൂരു പോലുള്ള വൻ നഗരങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് രാത്രികാല ബസ്സുകൾ വഴി വൻതോതിൽ കുഴൽപ്പണം എത്തുന്നതായി നേരത്തെയും രഹസ്യ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇത് ശരിവെക്കുന്നതാണ് പുതിയ പിടുത്തം. ഇത്രയും വലിയ തുക ഒരാൾ ഒറ്റയ്ക്ക് ബസ്സിൽ കൊണ്ടുപോയത് വലിയൊരു ശൃംഖലയുടെ ഭാഗമാണെന്നാണ് പ്രാഥമിക നിഗമനം. പിടിയിലായ മുഹമ്മദ് സാമ്രീൻ വെറുമൊരു ഏജന്റ് മാത്രമാണോ അതോ പണത്തിന്റെ ഉടമയാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൊടുവള്ളിയിലേക്ക് ഇത്രയും തുക കൊണ്ടുപോകുന്നത് എന്തിനാണെന്നും ഇതിനു പിന്നിൽ സ്വർണ്ണക്കടത്ത് മാഫിയയ്ക്ക് പങ്കുണ്ടോ എന്നും ആദായ നികുതി വകുപ്പ് അന്വേഷിക്കും. വയനാട്ടിലെ മറ്റ് ചെക്ക് പോസ്റ്റുകളായ മുത്തങ്ങ, ബാവലി എന്നിവിടങ്ങളിലും പരിശോധന കർശനമാക്കാൻ എക്സൈസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ അതിർത്തി കടന്നെത്തുന്ന എല്ലാ വാഹനങ്ങളും വിശദമായി പരിശോധിക്കും. സാധാരണയായി തിരഞ്ഞെടുപ്പ് സമയങ്ങളിലാണ് ഇത്തരം പരിശോധനകൾ കടുപ്പിക്കാറുള്ളതെങ്കിലും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഇപ്പോൾ പരിശോധനകൾ നിത്യസംഭവമാണ്. തോൽപ്പെട്ടിയിലെ ഈ വിജയം ഉദ്യോഗസ്ഥരുടെ ജാഗ്രതയ്ക്കുള്ള അംഗീകാരമായി. പിടിച്ചെടുത്ത 31 ലക്ഷത്തോളം രൂപ ട്രഷറിയിൽ നിക്ഷേപിക്കുന്നതിനും നിയമപരമായ നടപടികൾ പൂർത്തിയാക്കുന്നതിനുമുള്ള നീക്കങ്ങൾ എക്സൈസ് റേഞ്ച് ഓഫീസിൽ പുരോഗമിക്കുകയാണ്. അതിർത്തി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇൻഫോർമർമാർ വഴി ലഭിക്കുന്ന വിവരങ്ങൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ സഹായിക്കുന്നുണ്ടെന്ന് റേഞ്ച് ഇൻസ്പെക്ടർ കെ ശശി പറഞ്ഞു. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും. മുഹമ്മദ് സാമ്രന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുന്നതിലൂടെ പണം അയച്ചവരെയും സ്വീകരിക്കേണ്ടിയിരുന്നവരെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. അന്വേഷണം അന്തർ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിച്ചേക്കാം. കുഴൽപ്പണ ഇടപാടുകൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന ഒന്നായതിനാൽ കടുത്ത ശിക്ഷാ നടപടികൾ പ്രതിക്കെതിരെ ഉണ്ടാകുമെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. വയനാട് അതിർത്തി ഇപ്പോൾ കനത്ത നിരീക്ഷണത്തിലാണ്.